ഇവർക്ക് മുമ്പ് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ. രാഘവൻ പതുക്കെ പറഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഡോക്ടർ. ഡോക്ടർ അവരെ നോക്കി. അറിയില്ലായിരുന്നോ അതോ ചോദിച്ചില്ലായിരുന്നോ? ആ ചോദ്യം 3 പേരുടെയും നെഞ്ചിൽ തറച്ചു. അകത്ത് കിടന്ന സാവിത്രി കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അനു അവളുടെ അരികിലിരുന്നു. അമ്മയുടെ കൈ പതുക്കെ പിടിച്ചു. അമ്മേ. സാവിത്രി കണ്ണു തുറന്നു. എന്താ മോളെ? അനു കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? സാവിത്രി അതിശയത്തോടെ നോക്കി. എന്തിനാ മോളെ? ഞാൻ പറഞ്ഞ വാക്കുകൾക്ക്. സാവിത്രി അവളുടെ കയ്യിൽ തലോടി. അത് നീ മറന്നില്ലേ? പക്ഷേ അമ്മ മറന്നോ? സാവിത്രി കുറച്ചുനേരം മിണ്ടാതെ കിടന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. അമ്മമാർ മറക്കില്ല മോളെ, പക്ഷേ മക്കളെ വേദനിപ്പിക്കാതിരിക്കാൻ മറന്നതുപോലെ നടിക്കും. അമ്മേ, ഇനി ഞാൻ നിങ്ങളെ നോക്കും. സാവിത്രി ചിരിച്ചു. എനിക്ക് അതൊന്നും വേണ്ട മോളെ. എന്താ? എനിക്ക് വേണ്ടത് നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. അനു തല ഉയർത്തി നോക്കി. എന്താണ് അമ്മയ്ക്ക് വേണ്ടത്? സാവിത്രി കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ എനിക്ക് ഒരിക്കൽ കൂടി പഠിക്കണം മോളെ. അനു അത്ഭുതത്തോടെ നോക്കി. പഠിക്കാനോ? സാവിത്രി ചിരിച്ചു. അതെ, ഒരിക്കൽ ഞാൻ പഠനം നിർത്തിയതല്ലേ. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ സ്വപ്നം വീണ്ടും തെളിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് സാവിത്രി ഇപ്പോൾ വിശ്രമിക്കുകയായിരുന്നു. പക്ഷേ വർഷങ്ങളായി വിശ്രമിക്കാൻ പഠിച്ചിട്ടില്ലാത്ത അവൾക്ക് കിടക്കയിൽ വെറുതെ ഇരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ സാവിത്രി എഴുന്നേറ്റു. അപ്പോഴേക്കും അനു അവിടെ ഉണ്ടായിരുന്നു. അമ്മേ, എവിടേക്കാ? അടുക്കളയിലേക്ക്. എന്തിന്? ചായ ഉണ്ടാക്കണം. അനു ചിരിച്ചു. ഇന്ന് ചായ ഞാനുണ്ടാക്കും. നിനക്കതിന് അറിയാമോ? അമ്മയെ ഇത്രയും വർഷം ചായ ഉണ്ടാക്കുന്ന കണ്ടിട്ടെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. സാവിത്രി ചിരിച്ചു. എന്നാൽ ഉണ്ടാക്കിക്കോ. അനു ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അടുക്കളയിൽ നിന്ന് കുറച്ചു കഴിഞ്ഞ് ശബ്ദം കേട്ടു. അമ്മേ, പഞ്ചസാര എവിടെയാ? സാവിത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ മുന്നിൽ തന്നെയുണ്ട് മോളെ. ഓ, കണ്ടില്ല. അതൊക്കെ കണ്ടുപിടിക്കാൻ അമ്മ വേണമല്ലോ. അനു തിരിഞ്ഞു നോക്കി. അമ്മേ. എന്താ? അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ? വേദനിച്ചാലും ചിരിക്കും. സാവിത്രി ഒന്നും പറഞ്ഞില്ല. അനു അടുത്തേക്ക് വന്നു. അമ്മേ, ഇനി അങ്ങനെ വേണ്ട. എങ്ങനെ? അമ്മയ്ക്ക് വേദനിച്ചാൽ പറയണം. സാവിത്രി മകളുടെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞാൽ നീ പേടിക്കില്ലേ? പേടിക്കും. അപ്പോൾ അമ്മയെ നഷ്ടപ്പെടുമോ എന്ന പേടിയേക്കാൾ നല്ലതല്ലേ അമ്മയ്ക്ക് വേദനയുണ്ടെന്നറിയുന്നത്? സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മകളുടെ കവിളിൽ തലോടി. എൻ്റെ മോൾ വലുതായി. അപ്പോഴേക്കും അർജുൻ വീട്ടിലെത്തി. കയ്യിൽ ഒരു ചെറിയ പാക്കറ്റ്. അമ്മേ. എന്താ മോനെ? അവൻ പാക്കറ്റ് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇത് അമ്മയ്ക്കാ. സാവിത്രി തുറന്നു നോക്കി. ഒരു പുതിയ സാരി. അവൾ അത്ഭുതത്തോടെ അർജുനെ നോക്കി. ഇതെന്തിനാ? അമ്മയ്ക്കൊരു സാരി വാങ്ങാൻ പാടില്ലേ? എനിക്ക് സാരി ഉണ്ടല്ലോ. ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ? അർജുൻ ചിരിച്ചു. എപ്പോഴും ഞങ്ങൾക്ക് മാത്രം വാങ്ങിക്കൊടുക്കുന്ന അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും വാങ്ങണമെന്ന് തോന്നി. സാവിത്രി ഒന്നും പറയാനാകാതെ ഇരുന്നു. അവൾ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ വാങ്ങി? എൻ്റെ സുഹൃത്തിനോട് കടം വാങ്ങി. സാവിത്രി ഉടനെ പറഞ്ഞു. അത് വേണ്ടായിരുന്നു മോനെ. അർജുൻ ചിരിച്ചു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ മുന്നിൽ ഇത് ഒന്നുമല്ല അമ്മേ. വൈകുന്നേരം രാഘവൻ വീട്ടിലെത്തി. അവൻ പതിവ് പോലെ നേരെ മുറിയിലേക്ക് പോകാതെ സാവിത്രിയുടെ അടുത്ത് വന്നിരുന്നു. കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. സാവിത്രി തന്നെ ചോദിച്ചു. എന്താ രാഘവേട്ടാ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? രാഘവൻ പതുക്കെ പറഞ്ഞു. സാവിത്രി, നീ എന്നോട് ദേഷ്യത്തിലാണോ? അവൾ ചിരിച്ചു. എന്തിന്? ഇത്രയും വർഷം നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. സാവിത്രി കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ രാഘവേട്ടാ? ഞാനും നിങ്ങളും. രാഘവൻ തല താഴ്ത്തി. ക്ഷമിക്കണം. സാവിത്രി അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. എന്തിന്? നിനക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ചോദിച്ചില്ല നിനക്ക് എന്താണ് വേണ്ടതെന്ന്. സാവിത്രി പതുക്കെ പറഞ്ഞു. എനിക്ക് കിട്ടിയ ജീവിതത്തിൽ ഞാൻ സന്തോഷമായിരുന്നു. അത് കള്ളമാണ്. അവൾ ചിരിച്ചു. എന്താ? ഇന്നലെ ആശുപത്രിയിൽ നീ അനുവിനോട് പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് ഒരിക്കൽ കൂടി പഠിക്കണമെന്ന്. സാവിത്രി മിണ്ടാതെ നിന്നു. രാഘവൻ അവളുടെ കൈ പിടിച്ചു. നിനക്ക് ഇപ്പോഴും പഠിക്കണമെങ്കിൽ പഠിക്കാം. അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ഈ പ്രായത്തിൽ? രാഘവൻ ചിരിച്ചു. സ്വപ്നങ്ങൾക്ക് പ്രായമുണ്ടോ? സാവിത്രിയുടെ കണ്ണു നിറഞ്ഞു. എനിക്ക് പേടിയാ. എന്തിന്? എനിക്ക് പറ്റുമോ എന്ന്. രാഘവൻ പതുക്കെ പറഞ്ഞു. വീടിനെ ഇത്രയും വർഷം ഒറ്റയ്ക്ക് നോക്കിയ നിനക്ക് പഠിക്കാൻ പറ്റില്ലേ? ആ വാക്കുകൾ കേട്ട് സാവിത്രി ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ ചിരിയിൽ ഒരു പുതിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അടുത്ത ദിവസം അനു ഒരു ഫോം കൊണ്ടുവന്നു. അമ്മേ,
എന്താ? ഇത് ഒന്ന് ഒപ്പിടണം. സാവിത്രി പേപ്പർ എടുത്തു. വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വലുതായി. ഇത് ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ അപേക്ഷ. സാവിത്രി ഒന്നും പറഞ്ഞില്ല. അനു, എനിക്കിത് വേണ്ട. എന്തുകൊണ്ട്? എൻ്റെ പ്രായം. അമ്മേ, നിങ്ങൾക്ക് എത്ര വയസ്സായാലും. അനു അമ്മയുടെ കൈ പിടിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഞാൻ കൂടെയുണ്ടാകും. അർജുൻ പിന്നിൽ നിന്ന് പറഞ്ഞു. ഞാനും. രാഘവൻ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു. ഞാനും. സാവിത്രി 3 പേരെയും നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചു. അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനി കുറച്ചു കാലം എനിക്ക് വേണ്ടി ജീവിച്ചോട്ടെ. അനു അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ഇത്രയും വർഷം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇനി ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാം. ആ വാക്കുകൾ കേട്ടപ്പോൾ സാവിത്രിക്ക് തോന്നി താൻ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ മുഴുവൻ തിരികെ കിട്ടിയതുപോലെ. അവൾ കണ്ണുനീർ തുടച്ചു. പുതിയ സാരിയിലേക്ക് നോക്കി. പിന്നെ ആ അപേക്ഷ ഫോമിലേക്ക്. പേനയെടുത്തു. കൈ അല്പം വിറച്ചിരുന്നു. പക്ഷേ ഈ തവണ ആ കൈ പിന്മാറിയില്ല. സാവിത്രി ഒപ്പിട്ടു. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചെന്ന് കരുതിയ അവളുടെ സ്വപ്നത്തിൻ്റെ ആദ്യ വരി അവിടെ വീണ്ടും എഴുതപ്പെട്ടു. സാവിത്രി. അവളുടെ സ്വന്തം പേര്, അവളുടെ സ്വന്തം ജീവിതം, അവളുടെ സ്വന്തം സ്വപ്നം. അന്നാണ് സാവിത്രി ആദ്യമായി മനസ്സിലാക്കിയത്, അമ്മയാകുക എന്നത് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക എന്നല്ല, സ്വന്തം മക്കളെ വളർത്തുന്നതിനിടയിലും സ്വന്തം സ്വപ്നങ്ങൾക്ക് ഒരു ചെറിയ ഇടം ബാക്കി വെക്കാം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സാവിത്രി വീണ്ടും പുസ്തകം തുറന്നു. പിറ്റേന്ന് രാവിലെ സാവിത്രി നേരത്തെ എഴുന്നേറ്റു. പക്ഷെ ഇന്ന് അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ കുറച്ചുനേരം മേശപ്പുറത്തിരുന്ന ആ ഫോമിലേക്ക് നോക്കി. ഇന്നലെ വരെ അവളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പേരുകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഇന്നാദ്യമായി അവളുടെ സ്വന്തം പേര് ഒരു പുതിയ വഴിയുടെ തുടക്കമായി മാറുകയായിരുന്നു. അനു മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അമ്മേ, എന്താ മോളെ, ഇന്ന് കോളേജിൽ പോകണ്ടേ? അനു ചിരിച്ചു. അമ്മയ്ക്കാണ് ഇന്ന് പോകേണ്ടത്. സാവിത്രി ഒന്ന് ചിരിച്ചു. എനിക്ക് പേടിയാ മോളെ. എന്തിന്? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പുസ്തകം തുറക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയുണ്ടാകില്ലെന്ന് തോന്നുന്നു. അനു അമ്മയുടെ കൈ പിടിച്ചു. അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അർജുൻ പിന്നിൽ നിന്ന് പറഞ്ഞു. ഞാനും. സാവിത്രി അവനെ നോക്കി ചിരിച്ചു. നീ ആദ്യം നിന്റെ പരീക്ഷ പാസ്സാകാൻ നോക്ക്. അർജുൻ ചിരിച്ചു. അത് ഞാൻ നോക്കിക്കൊള്ളാം അമ്മേ. അമ്മ പഠിച്ചാൽ മതി. അപ്പോഴേക്കും രാഘവനും അവിടെ എത്തി. എന്താ രാവിലെ ഇത്ര സന്തോഷം? അനു പറഞ്ഞു. അമ്മ ഇന്ന് ക്ലാസ്സിന് പോകുകയാണ്. രാഘവൻ സാവിത്രിയെ നോക്കി. പേടിയുണ്ടോ? സാവിത്രി പതുക്കെ തലകുലുക്കി. കുറച്ച്. പേടിക്കണ്ട. രാഘവൻ ചിരിച്ചു. നീ ആദ്യമായി ഈ വീട്ടിലേക്ക് വന്ന ദിവസവും നിനക്ക് പേടിയുണ്ടായിരുന്നു. സാവിത്രി ചിരിച്ചു. അന്ന് നിങ്ങളുണ്ടായിരുന്നല്ലോ. രാഘവൻ അവളെ നോക്കി. ഇപ്പോഴും ഞാനുണ്ട്. ആ വാക്ക് കേട്ട് സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് സാവിത്രി പുതിയ സാരി ധരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തകവും ബാഗും എടുത്ത് അവൾ വീട്ടിൽ നിന്നിറങ്ങി. വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അടുക്കള, മുറികൾ, അവൾ ജീവിതം മുഴുവൻ ഓടി നടന്ന ആ വീട് എല്ലാം അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ സാവിത്രി മാത്രം മാറിയിരുന്നു. അനു ചോദിച്ചു. അമ്മേ, എന്താ ഈ നോക്കുന്നത്? സാവിത്രി ചിരിച്ചു. ഒന്നുമില്ല. ഇത്രയും വർഷം ഈ വീടിൻ്റെ വാതിൽ കടന്നത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. അവൾ ഒരു നിമിഷം നിശബ്ദയായി. ഇന്നാദ്യമായി എനിക്ക് വേണ്ടി. അനു അമ്മയുടെ കൈ പിടിച്ചു. പോകാം. ക്ലാസ്സിലെത്തിയപ്പോൾ ചുറ്റും എല്ലാവരും സാവിത്രിയേക്കാൾ ചെറുപ്പക്കാർ. ചിലർ അവളെ നോക്കി ചിരിച്ചു. ചിലർ തമ്മിൽ എന്തോ പറഞ്ഞു. സാവിത്രി ഒന്നും ശ്രദ്ധിക്കാതെ അവസാന ബെഞ്ചിലിരുന്നു. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നു. എല്ലാവരും പുസ്തകം എടുക്കൂ. സാവിത്രി പുസ്തകം തുറന്നു. കയ്യിൽ പേന. പക്ഷേ അക്ഷരങ്ങൾ കണ്ണിൽ തെളിഞ്ഞില്ല. അവൾക്ക് പകരം പഴയ കാലം ഓർമ്മ വന്നു. അച്ഛനോട് പഠിക്കണമെന്ന് പറഞ്ഞ ആ പെൺകുട്ടി, അമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞ ആ രാത്രി, ഒരിക്കൽ നീ ടീച്ചറാകും എന്ന് പറഞ്ഞ അമ്മ. സാവിത്രിയുടെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അടുത്തിരുന്ന ഒരു പെൺകുട്ടി പതുക്കെ ചോദിച്ചു. ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാവിത്രി പെട്ടെന്ന് കണ്ണുനീർ തുടച്ചു. ഇല്ല മോളെ. പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? സാവിത്രി ചിരിച്ചു. കുറച്ച്. പെൺകുട്ടി തൻ്റെ നോട്ട് അവളുടെ മുന്നിലേക്ക് നീട്ടി. വേണ്ടത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. സാവിത്രി അവളെ നോക്കി. നിന്റെ പേരെന്താ? മീര. നന്ദി മോളെ. അത് കേട്ട് മീര ചിരിച്ചു. അന്ന് ആദ്യമായി സാവിത്രിക്ക് തോന്നി സ്വപ്നം പൂർത്തിയാക്കാൻ പ്രായം തടസ്സമല്ലെന്ന്. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അർജുൻ വാതിൽക്കൽ തന്നെ കാത്തു നിന്നിരുന്നു. അമ്മേ, എന്താ മോനെ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? സാവിത്രി ചെറുതായി ചിരിച്ചു. ആദ്യ ദിവസമായതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അവൾ ബാഗിൽ നിന്ന് പുസ്തകം എടുത്തു. എനിക്കിഷ്ടപ്പെട്ടു. അർജുൻ ചിരിച്ചു. അപ്പോൾ നാളെ വീണ്ടും പോകണം. അനു അടുക്കളയിൽ നിന്ന് വിളിച്ചു. അമ്മേ, ചായ റെഡിയാണ്. സാവിത്രി ചിരിച്ചു.
ഇന്ന് ഞാൻ ഉണ്ടാക്കട്ടെ? അനു ഉടനെ പറഞ്ഞു. വേണ്ട. എന്താ? ഇന്ന് അമ്മ ഇരുന്നാൽ മതി. സാവിത്രി കുറച്ചുനേരം മകളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഇത്രയും വർഷം കഴിഞ്ഞാണ് ആ വീട്ടിൽ ആരെങ്കിലും അവളോട് നിങ്ങൾ ഇരുന്നാൽ മതി എന്ന് പറയുന്നത്. രാത്രി ഭക്ഷണത്തിന് ശേഷം സാവിത്രി തൻ്റെ പുസ്തകം തുറന്നു. അർജുൻ അവളുടെ അരികിലിരുന്നു. അമ്മേ, ഈ ചോദ്യം എങ്ങനെ ചെയ്യണമെന്നറിയാമോ? ഇല്ല, ഞാൻ പറഞ്ഞു തരാം. അനുവും അടുത്തു വന്നു. ഞാനും ഇരിക്കാം. രാഘവൻ വാതിൽക്കൽ നിന്ന് ആ കാഴ്ച നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി. ഒരു കാലത്ത് സാവിത്രി എല്ലാവരെയും എല്ലാം പഠിപ്പിച്ചു. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, കുടുംബം എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന്, സ്വന്തം ആഗ്രഹങ്ങളെ എങ്ങനെ മാറ്റിവെക്കണമെന്ന് എല്ലാം. ഇന്ന് അവളുടെ മക്കൾ അവളെ പഠിപ്പിക്കുകയായിരുന്നു സ്വന്തം ജീവിതം വീണ്ടും എങ്ങനെ തുടങ്ങാമെന്ന്. അന്ന് രാത്രി സാവിത്രി ഡയറി തുറന്നു. പഴയ പേജുകളുടെ താഴെ പുതിയൊരു വരി എഴുതി. ഇന്ന് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. കുറച്ചു നേരം പേന നിർത്തി. പിന്നെ എഴുതി. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ പറഞ്ഞ ഒരിക്കൽ ഇന്ന് വന്നിരിക്കുന്നു. കണ്ണുനീർ വീണെങ്കിലും ഇത്തവണ അത് സങ്കടത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല, അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഡയറി അടയ്ക്കുന്നതിന് മുമ്പ് അവൾ അവസാനമായി ഒരു വരി കൂടി എഴുതി. എൻ്റെ മക്കൾ എന്നെ അമ്മയായി മാത്രം കണ്ടില്ല, അവർ എന്നെ ഒരു മനുഷ്യയായി കാണാൻ പഠിച്ചു. അവൾ ഡയറി അടച്ചു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി മൗനമായിരുന്ന ഒരു അമ്മയുടെ മനസ്സിൽ ഒരു പുതിയ ജീവിതം പതുക്കെ പിറക്കുകയായിരുന്നു. സാവിത്രി വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിരുന്നു. ആദ്യത്തെ പേടി ഇപ്പോൾ മാറിയിരുന്നു. പുസ്തകം തുറക്കുമ്പോൾ കൈ വരച്ചിരുന്ന സാവിത്രി ഇപ്പോൾ ക്ലാസ്സിൽ അധ്യാപകനോട് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് മീര അവളുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, എന്താ മോളെ? ചേച്ചി ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാവിത്രി ചിരിച്ചു. എന്തുകൊണ്ടാ മോളെ? കാരണം ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? സ്വപ്നം കാണാൻ പ്രായമൊന്നും വേണ്ടെന്ന്. ആ വാക്കുകൾ കേട്ട് സാവിത്രി കുറച്ചുനേരം അവളെ നോക്കി നിന്നു. നീ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. സത്യമാ ചേച്ചി, മീര ചിരിച്ചു. എൻ്റെ അമ്മയ്ക്കും ഒരു സ്വപ്നമുണ്ട്. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ കാരണം അമ്മ അത് ഉപേക്ഷിച്ചു. സാവിത്രിയുടെ മുഖം പെട്ടെന്ന് മാറി. അമ്മയോട് സ്വപ്നം ഉപേക്ഷിക്കേണ്ടെന്ന് നീ പറയണം. പറയും. അവൾ ചിരിച്ചു. ചേച്ചി പറഞ്ഞതുകൊണ്ട് തീർച്ചയായും പറയും. ഒരു ദിവസം രാത്രി അനു അമ്മയുടെ മുറിയിൽ വന്നു. സാവിത്രി പുസ്തകം വായിക്കുകയായിരുന്നു. അമ്മേ. എന്താ മോളെ? ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അമ്മയ്ക്ക് ശരിക്കും ടീച്ചർ ആകണമെന്നാണോ ആഗ്രഹം? സാവിത്രി പുസ്തകം അടച്ചു. അതെ. എന്തിനാ അമ്മേ? സാവിത്രി കുറച്ചു നേരം ചിന്തിച്ചു. പിന്നെ ചിരിച്ചു. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അതുമാത്രമോ? അല്ല. അവളുടെ ശബ്ദം പതുക്കെയായി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി ഒരു കുട്ടിക്കും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരരുതെന്ന് എനിക്ക് തോന്നുന്നു. അനു അമ്മയെ നോക്കി. അവൾക്ക് ആ നിമിഷം മനസ്സിലായി, അമ്മയുടെ സ്വപ്നം സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമല്ലെന്ന്, മറ്റൊരാളുടെ ജീവിതം മാറ്റാനുള്ള ആഗ്രഹം കൂടിയാണെന്ന്. അനു അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ, ടീച്ചറാകണം. സാവിത്രി ചിരിച്ചു. ആകാം. അമ്മേ. എന്താ? അമ്മ എന്നെ പഠിപ്പിച്ചതിനേക്കാൾ വലിയ കാര്യം ഇന്ന് ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചു. എന്ത്? സ്വന്തം ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്താലും ഒരിക്കലെങ്കിലും സ്വന്തം സ്വപ്നത്തെ തിരിച്ചു പിടിക്കണം. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മകളുടെ നെറ്റിയിൽ ചുംബിച്ചു. നീ സന്തോഷമായി ജീവിച്ചാൽ അതാണ് അമ്മയുടെ സ്വപ്നം. അനു ചിരിച്ചു. ഇനി അമ്മയുടെ സ്വപ്നവും ഞങ്ങളുടെ സ്വപ്നമാണ്. ആ രാത്രി സാവിത്രി ഏറെ നേരം ഉറങ്ങിയില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവൾക്ക് തോന്നി ജീവിതം തനിക്ക് എല്ലാം എടുത്തു കളഞ്ഞിട്ടില്ലെന്ന്. ചിലത് വൈകിയാണ് തിരികെ തന്നത്. പക്ഷേ അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വന്നു. ഫോണിൻ്റെ മറുവശമുള്ള ശബ്ദം കേട്ടതോടെ സാവിത്രിയുടെ മുഖത്തെ ചിരി പതുക്കെ മങ്ങി. ഹലോ, സാവിത്രിയാണോ? അതെ, നിങ്ങൾ നൽകിയ അപേക്ഷയുടെ കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത്. അടുത്ത ആഴ്ച മുതൽ പരിശീലനത്തിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങും. നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമല്ലോ? സാവിത്രിയുടെ മുഖത്ത് വീണ്ടും ചിരി വന്നു. കഴിയും. തീർച്ചയാണോ? അതെ, തീർച്ച. ഫോൺ വെച്ച ശേഷം അവൾ കുറച്ചുനേരം അതേപടി നിന്നു. ഇനി പുസ്തകം വായിക്കുന്നത് മാത്രം പോരാ, കുട്ടികളുടെ മുന്നിൽ നിൽക്കണം, അവരെ പഠിപ്പിക്കണം. അവൾക്ക് വീണ്ടും പേടി തോന്നി. പക്ഷേ ഇത്തവണ ആ പേടിയേക്കാൾ വലുതായിരുന്നു അവളുടെ ആഗ്രഹം. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അനു വാതിൽ തുറന്നു. അമ്മേ, എന്താ ഇത്ര സന്തോഷം? സാവിത്രി ചിരിച്ചു. അടുത്ത ആഴ്ച മുതൽ പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങും. ശരിക്കും? അനു അമ്മയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അമ്മ ടീച്ചറാകാൻ പോകുന്നു. അർജുൻ അകത്തുനിന്ന് വിളിച്ചു. അമ്മേ, അപ്പോൾ ഞങ്ങൾക്ക് മിനി ട്യൂഷൻ വേണ്ടല്ലോ. വീട്ടിൽ തന്നെ ടീച്ചറുണ്ടല്ലോ.
സാവിത്രി ചിരിച്ചു. നിനക്ക് ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ അമ്മയെ കളിയാക്കാതിരിക്കാമെന്നായിരിക്കും. അയ്യോ, അത് ഞാൻ പഠിക്കില്ല. എല്ലാവരും ചിരിച്ചു. രാഘവൻ അകലെയിരുന്ന് ആ കാഴ്ച നോക്കി. വർഷങ്ങളായി ആ വീട്ടിൽ കേൾക്കാതിരുന്ന ഒരു ശബ്ദം അവിടെ നിറഞ്ഞിരുന്നു, സന്തോഷത്തിൻ്റെ ശബ്ദം. അടുത്ത ദിവസം ക്ലാസ്സിൽ അധ്യാപകൻ ഒരു ചെറിയ വിഷയം നൽകി. അടുത്ത ആഴ്ച ഓരോരുത്തരും 5 മിനിറ്റ് കുട്ടികളുടെ മുന്നിൽ ഒരു വിഷയം അവതരിപ്പിക്കണം. ക്ലാസ് കഴിഞ്ഞപ്പോൾ സാവിത്രി മീരയോട് ചോദിച്ചു, എനിക്ക് എന്ത് വിഷയം എടുക്കണം? മീര ചിരിച്ചു. ചേച്ചിക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കൂ. സാവിത്രി കുറച്ചു നേരം ആലോചിച്ചു. അമ്മയെക്കുറിച്ച് പറയാമോ? മീരയുടെ മുഖത്ത് ചിരി. അത് ഏറ്റവും നല്ലതായിരിക്കും. ആ രാത്രി സാവിത്രി വീട്ടിലെത്തി പുസ്തകം തുറന്നു. പക്ഷേ പുസ്തകത്തിൽ നിന്ന് പഠിക്കാതെ ഒരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങി. അമ്മ എന്ന വാക്കിനർത്ഥം. അവിടെ പേന നിർത്തി. അനു അമ്മയെ നോക്കി. അമ്മയെക്കുറിച്ചാണോ? സാവിത്രി തല ഉലുക്കി. അതെ. അമ്മ എന്തിനാ കരയുന്നത്? സാവിത്രി ചിരിച്ചു. കരയുന്നില്ല, കണ്ണ് നിറഞ്ഞല്ലോ. അത്. അവൾ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അനു അമ്മയുടെ അരികിലിരുന്നു. അമ്മയെ ഒരുപാട് ഓർമ്മയുണ്ടോ? സാവിത്രി പതുക്കെ പറഞ്ഞു, ഒരുപാട്. അമ്മയെക്കുറിച്ച് എന്നോട് പറയാമോ? സാവിത്രിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. എൻ്റെ അമ്മ വലിയ പഠിപ്പൊന്നുമില്ലാത്ത ആളായിരുന്നു മോളെ. പക്ഷേ എന്നെ പഠിപ്പിക്കണമെന്നൊരു വലിയ ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു. അനു നിശബ്ദമായി കേട്ടിരുന്നു. എനിക്ക് ടീച്ചറാകണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ നീ ആകുമെന്ന് പറഞ്ഞതും അമ്മയായിരുന്നു. പിന്നെ സാവിത്രിയുടെ ശബ്ദമിടറി. ആ ഒരിക്കൽ വരുന്നതിന് മുമ്പേ അമ്മ പോയി. അനു അമ്മയുടെ കൈ പിടിച്ചു. അമ്മേ, അതുകൊണ്ടാണ് എനിക്ക് ടീച്ചറാകണമെന്ന ആഗ്രഹം വീണ്ടും വന്നത്. അവൾ മകളെ നോക്കി. എൻ്റെ അമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ പഠിച്ചു ഒരു ദിവസം കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ അമ്മയും അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടെന്ന്. അനു അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മ തീർച്ചയായും ടീച്ചറാകും. സാവിത്രി ചിരിച്ചു. നീ പറയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. അടുത്ത ആഴ്ച സാവിത്രി ആദ്യമായി കുട്ടികളുടെ മുന്നിൽ നിന്നു. കയ്യിൽ പുസ്തകം, മുന്നിൽ കുറേ കുട്ടികൾ. അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. അധ്യാപകൻ പിന്നിൽ നിന്ന് പറഞ്ഞു, തുടങ്ങിക്കോളൂ സാവിത്രി. അവൾ കുട്ടികളെ നോക്കി. ഒരു നിമിഷം വാക്കുകൾ വന്നില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, കുട്ടികൾ അവളെ നോക്കി. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വാക്കിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു കുട്ടി ചോദിച്ചു, ഏത് വാക്കാണ് ടീച്ചർ? സാവിത്രി ചിരിച്ചു. അമ്മ. ആ വാക്ക് കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. പക്ഷേ ഇത്തവണ അവൾ കരഞ്ഞില്ല. അവൾ തുടർന്നു, അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആരെയാണ്? ഒരു കുട്ടി കൈ ഉയർത്തി. എൻ്റെ അമ്മ. മറ്റൊരാൾ പറഞ്ഞു, എനിക്കും. സാവിത്രിയുടെ മുഖത്ത് പുഞ്ചിരി. അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടു. അവർക്ക് നമ്മൾ സന്തോഷമായാൽ മതി. പക്ഷെ പലപ്പോഴും അവരുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ ചോദിക്കാറില്ല. ക്ലാസ് നിശബ്ദമായി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അമ്മയോടൊരു ചോദ്യം ചോദിക്കണം. ഒരു കുട്ടി ചോദിച്ചു. എന്ത് ചോദ്യം ടീച്ചർ? സാവിത്രി കുറച്ചു നേരം നിശബ്ദമായി. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ചിരിച്ചു. പക്ഷേ സാവിത്രിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആ ചോദ്യം ആരും അവളോട് ചോദിച്ചിരുന്നില്ല. ഇന്ന് അവളത് മറ്റൊരു തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു.